ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മൂവി ടീസറിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ എന്ന് പറയാം. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വി ആർ DJ കപ്പിൾസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കയറി നോക്കി അറിയാൻ പറ്റും ഏതൊക്കെ ടൈപ്പ് വീഡിയോകളൊക്കെയാണ് ഞങ്ങൾ ഇടുന്നതെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. നമ്മുടെ നിവിൻ പോളിയുടെ 50ാമത്തെ മൂവിയായ വിജയം എന്ന സിനിമയുടെ ടീസറാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത്. 2-3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളി ഒരുപാട് ഹിറ്റ് സിനിമകൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൽ എണ്ണാവുന്ന അടുത്തോളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രേമമായാലും, പ്രേമമൊക്കെ വൻ ഹിറ്റായിരുന്നു. നേരം, പിന്നെ നമ്മുടെ അതെ, പക്ഷെ അതിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ നിവിൻപോളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രേമം എന്ന സിനിമയായിരിക്കും ഓർമ്മ വരുന്നത്, മസ്റ്റായിട്ടും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ, അതുപോലെ നെഞ്ചോട് ചേർത്തെന്നുള്ളൊരു പാട്ടുള്ള അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. നേരം, പ്രേമം, അതുപോലെ ബാംഗ്ലൂർ ഡേയ്സ്, അങ്ങനെയുള്ള കുറച്ച് സിനിമാസ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ കുറെ ഗസ്റ്റ് റോളുകൾ, ക്യാമിയോ റോളുകൾ നിവിൻപോളി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ചാമും അതുപോലെ ഭയങ്കര എന്താ പറയാ കാലിബറുള്ള ഒരു നടനാണ് ശരിക്കും നിവിൻപോളി. പക്ഷെ അത്രയും ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ആ മൂവിയൊക്കെ, അതെ, നയൻതാര സൂപ്പർ സ്റ്റാറിന്റെ കൂടെ ഒക്കെ ശരിക്കും ലവ് ആക്ഷൻ ഡ്രാമയൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ തന്നെയായിരുന്നു ആ സിനിമ. അങ്ങനെ ഒരുപാട് ഇപ്പൊ പ്രേമൊക്കെ പറയണ്ട, കുറേ അതിൽ നമ്മൾ ഫാൻസ് ആയിരുന്നു ആ ടൈമിൽ ഫുള്ള്. നിവിൻപോളി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിവിൻപോളി എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡായിരുന്നു. ബ്ലാക്ക് ഡ്രസ് ഇടുക, കോളേജിന്റെ പരിപാടി, മുണ്ടെടുക്കുന്ന സ്റ്റൈല്, അങ്ങനെ മലർ, അങ്ങനെ ഭയങ്കര ഹിറ്റ് സിനിമകൾ ചെയ്തു വെച്ചേക്കണ ഹിറ്റ് സിനിമകളെല്ലാം അങ്ങ് ഹൈപ്പിൽ പീക്കിൽ കൊണ്ടു നിർത്തിയ ഒരാളാണ് നിവിൻപോളി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിനിമകൾ കുറച്ച് ഹിറ്റ് ആവാണ്ട് വന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫ്ലോപ്പായി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്തതാണ് കുറേ നാൾക്ക് ശേഷം, സർവമായ. അത് നല്ലൊരു കംബാക്ക് ആയിരുന്നു, നല്ല മൂവിയായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ അൽഫോൺസ് പുത്രനും നിവിൻപോളിയായിട്ടുള്ള കൂട്ടുകെട്ട്, അത് എപ്പോഴും ഒരു നല്ല കോംബോയാണ്. ഇപ്പോൾ പ്രേമം നോക്കിയാലും നേരം നോക്കിയാലും ഒക്കെ ഇവരുടെ കോംബോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ നിവിൻപോളിക്ക് മാച്ച് ആവുന്നത് അൽഫോൺസ് പുത്രൻ എന്നൊരു കോംബോ ആയിരിക്കും. അപ്പോൾ ഹിറ്റ് മേക്കിംഗ് ഭയങ്കരമായിട്ട് അവരുടെ കോംബോയിൽ നടന്നിട്ടുണ്ട്. അത് തന്നെ. അപ്പോൾ ഇതൊരു ഈ മൂവി ആണെങ്കിലും അങ്ങനെ തന്നെ ഇവരുടെ ഒരു എന്താ പറയാ AP പ്ലസ് NP, അതായത് നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ, ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ടീസറിന്റെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സിനിമയില് ഒരു മഡ് റേസിന്റെ ഒക്കെ ആയിട്ടാണ് ടീസർ കാണിക്കുന്നത്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. മഡ് റേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു, പിന്നെ അതില് ഭയങ്കര കോമഡി ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ടീസറില്. അൽഫോൺസ് പുത്രൻ ഭയങ്കര, അൽഫോൺസ് പുത്രനെ കാണുമ്പോ തന്നെ നമുക്കൊരു ചിരി വരും അല്ലേ. എനിക്കങ്ങനെയാ അവന്റെ ആ കാട്ടായങ്ങളെ കാണുമ്പോ തന്നെ. അപ്പൊ അങ്ങനെ അൽഫോൺസ് പുത്രൻ അവനൊരു എന്താ പറയാ, ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അവൻ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. അടിപൊളിയായിരുന്നു. അതും പ്ലസ് നല്ല മെസ്സേജ് ആ മൂവിയിൽ. അത് തന്നെ, അവൻ ഫുൾ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. എല്ലാവർക്കും ഗുഡ് മെസ്സേജ് കൊടുത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു അവന്. അപ്പൊ ഇത് കുറച്ച് ഇവരുടെ കോംബോ നല്ല രസമായിട്ട് തോന്നി. ടീച്ചർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ടീച്ചർ കാണിക്കുന്ന ഇങ്ങനെ പുള്ളിയുടെ ഒരു സാധനമുണ്ട്, സിഗ്നേച്ചർ സംഭവമാണ്. ഈ പാറ്റേനെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈനെ ഒക്കെ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുക. അത് ഈ നേരം സിനിമയിലും അതുപോലെ പ്രേം സിനിമയിലൊക്കെ ഇങ്ങനെ കുറച്ച് നമുക്ക് അതിന്റെ ഇത് കാണാം. അപ്പൊ അതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ ടീച്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിനക്ക് ഇത് ഇപ്പോഴും നിർത്താറായില്ല, കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. സിനിമ എന്തായാലും ഫ്രെയിമൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ടീച്ചർ കണ്ടതിൽ അടിപൊളിയാണ് ഫ്രെയിമും, അതുപോലെ സൗണ്ട്, ഫ്രെയിം, മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോ എന്തായാലും ഈ സിനിമ ഒരു 50ാമത്തെ സിനിമയാണ്, അത് അടിപൊളിയായിട്ട് തന്നെ ഒരു വിജയം തന്നെ ആയിട്ട് മാറും തന്നെയാണ് പ്രതീക്ഷ. അതിന്റെ ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഉടനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടീസർ കാണാത്തവരെല്ലാവരും ഉറപ്പായിട്ടും കാണണം. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ തന്നിട്ട് പോയേക്കുവാണ് നല്ലൊരു സിനിമയാണെന്നുള്ളത്. നിവിൻപോളിയുടെ ലുക്കാണെങ്കിലും ഒക്കെ കുറച്ചൊന്നും കഴിഞ്ഞിട്ട് അതായത് ഇപ്പൊ ബോഡിയൊക്കെ ആള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഭയങ്കര ഹേ ജൂഡ് എന്നുള്ള മൂവിയിൽ ഭയങ്കര ഫാറ്റി ആയിട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ബോഡി കംപ്ലീറ്റ് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പൊ സർവ്വമായിലൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ് വന്നത്. കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്, അതിലൊക്കെ ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ട്. ആള് കുറച്ചും കൂടെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് ആയിരിക്കും മിക്കവാറും ഈ സിനിമ. എനിക്ക് തോന്നുന്നു വിജയം ഒരു
അടിപൊളി വിജയമായി മാറുമായിരിക്കും, ഒരു ബിഗ് വിജയമായി മാറട്ടെ. കാരണം ഒന്നാമത് 50ാമത്തെ പടമാണ്. പിന്നെ അതുപോലെ പുള്ളി ഭയങ്കര പറയണ ഒരു കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അതായത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, അജു വർഗീസും അതുപോലെ തന്നെ നിവിൻ ഇരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളോട് പറയുന്നതാണ്, നമ്മളിങ്ങനെ ക്വിറ്റ് ചെയ്യാതിരുന്നാൽ മതി, നമുക്കൊരു ദിവസം വരും, ഒരു ഫ്രൈഡേ വരും, അപ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ചെയ്യുക, അത് നാണം കെട്ടാലും ചെയ്യുക. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നിവിൻ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് ഭയങ്കര മോട്ടിവേഷനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് പഠിക്കാനും നമ്മുടെ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക, നമ്മളത് നിർത്തരുത്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കഴിവ് തിരിച്ചറിയും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം റിസൾട്ട് വരും. അതിന് ഉത്തമ ഉദാഹരണമാണ് നിവിൻ പോളി. അത് അവൻ നിർത്തുവാണ് എന്നൊക്കെയുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, വിരമിക്കുവാണെന്ന്. പക്ഷെ എന്നിട്ടും എവിടുന്നെങ്കിലും ഒരു മോട്ടിവേഷൻ അവന് കിട്ടിക്കാണും. അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ നമ്മൾ ടീസർ കണ്ട അനുസരിച്ച് നല്ലൊരു ഫിലിമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും മാത്രമാണ് ഈ ഫ്രെയിമിലുള്ളൂ മെയിൻ ആയിട്ട്. എന്ന് വെച്ചാൽ കുറെ വണ്ടികൾ മഡ്രൈസിന്റെ റേസിംഗ് ചെയ്യുന്ന ആൾക്കാർ കുറെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആകെ ഇവർ 2 പേരാണ് ഡയലോഗ് വരുന്നുള്ളൂ ടീസറില്. മഡ്രൈസിന്റെ ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, ഞങ്ങൾക്ക് അതിൽ നിന്ന് അതാണ് മനസ്സിലായത്. അപ്പൊ 2-3 പ്രാവശ്യം കണ്ടുപോക്കി. പിന്നെ പുതിയ ആൾക്കാരാണ്, മ്യൂസിക് ഒക്കെ ആണെങ്കിലും പുതിയ ആൾക്കാരാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഈ മൂവി ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഫിലിം ഇറങ്ങി കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ അല്ല, നമുക്കും കാണാം, നമുക്ക് കണ്ടിട്ട് റിവ്യൂ ഇടും ഞങ്ങൾ. അതെ, ഞങ്ങൾ എന്തായാലും മാക്സിമം ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ പോയി കാണാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ കണ്ടിട്ട് റിവ്യൂ കൂടെ കേട്ടിട്ട് നിങ്ങൾ പോയി കാണുക. കാരണം ടീസർ അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഫിലിം നല്ലതെന്ന് വിചാരിക്കുന്നു. മിക്ക റിവ്യൂസും ഇങ്ങനെ തന്നെയാണ്, നല്ലതാണ്. ഒരു 90% ഭയങ്കര നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ ഇതൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് നിവിൻ പോളി ആൻഡ് ടീം. അതുപോലെ തന്നെ എന്താ പറയാ, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയുന്ന പോലെ നിവിൻ പോളി കിറ്റ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എഫേർട്ട് നമുക്ക് എപ്പോഴും മാനിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു നിവിൻ പോളി ഫാനും ആണ്. പണ്ടൊക്കെ ഭയങ്കര ഫാനായിരുന്നു. പിന്നെ സിനിമ ചെയ്യാതെ വന്നപ്പോൾ അങ്ങനെ പിന്നെ മാറി, ചേഞ്ച് ആയിപ്പോയി. പക്ഷെ ആ ടൈമിലൊക്കെ നമ്മുടെ കോളേജ് ടൈമിലൊക്കെ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അത്ര ചാമുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നെസ്ലിന്റെ ഒക്കെ ഒരു വേറൊരു വൈബൊക്കെയായിരുന്നു പണ്ട് എന്ന് പറയുമ്പോൾ നിവിൻ പോളി എല്ലാത്തിലും. മോഹൻലാലിന്റെ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യൂട്ട്നെസ്സും ഇതും അതെ, എല്ലാം കൊണ്ടും. അപ്പോൾ ഈ സിനിമ വൻ ഹിറ്റാവട്ടെ എന്ന്, വൻ ഹിറ്റാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഒരു 4-4.25 മിനിറ്റിൻ്റെ ടീസറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.